ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഇതിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ മുൻവർഷ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, 42-ാം ഭേദഗതി. 42-ാം ഭേദഗതിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഇത് 1976 നിലവിൽ വന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത് 42-ാം ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുപോലെ 10 മൗലിക കടമകൾ ഭാഗം 4A ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. മറ്റൊന്നായിരുന്നു, മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തതും 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലേക്ക് ഉയർത്തുകയും പിന്നീട് 44-ാം ഭേദഗതി പ്രകാരം അത് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. പക്ഷേ 6 വർഷത്തിലേക്ക് ഉയർത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 42-ാം ഭേദഗതിയാണ്. പിന്നീട് അത് ഇപ്പം നിലവിലുള്ള പോലെ 5 വർഷത്തിലേക്ക് ആക്കി. അത് 1978 44-ാം ഭേദഗതിയാണ്. നമുക്ക് ഇതിന് ശേഷം പറയാം. പിന്നെ 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതും 42-ാം ഭേദഗതി പ്രകാരമാണ്. 42-ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. 42-ാം ഭേദഗതി നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നമുക്ക് 44-ാം ഭേദഗതിയെ കുറിച്ചിട്ട് പറഞ്ഞു നോക്കാം. 44-ാം ഭേദഗതി 1978 നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 44-ാം ഭേദഗതിയാണ്. അത് 1978 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തതും 44-ാം ഭേദഗതി അനുസരിച്ചിട്ടാണ്. അതുപോലെ ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തതും 44-ാം ഭേദഗതി പ്രകാരമാണ്. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തതും 44-ാം ഭേദഗതിയാണ്. ഈ 44-ാം ഭേദഗതി വരുന്ന സമയത്ത് മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. ജനതാ ഗവൺമെൻറ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. 24-ാം ഭേദഗതി 1971 നിലവിൽ വന്നിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഭേദഗതിയാണ് 24-ാം ഭേദഗതി. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തതും 24-ാം ഭേദഗതിയാണ്. അത് 1971 നിലവിൽ വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി, 1040 പട്ടം വിളംബരം എന്നാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരമാണ്. അത് കൊല്ലവർഷമായതുകൊണ്ടാണ് 1040 എന്ന് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് പറയാം. സംസ്ഥാനത്ത് ഈ സാക്ഷരത നൽകുന്നതിനായി അക്ഷയ പദ്ധതി ആരംഭിച്ചു.
മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗരഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. പൈലറ്റ് ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയിട്ടുള്ളത് 2002 അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, വയനാടും പാലക്കാടും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, 1ഉം 4ഉമാണ് ശരി. 1, ബാബർ ട്രാക്ക് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ടെറായി അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. ബംഗാർ പഴയ അലൂവ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഖാദർ പുതിയ അലൂവ്യത്തെ പ്രതിനിധീകരിക്കുന്നു. അവ രണ്ടും പരസ്പരം മാറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 8 പ്രധാന ഡിവിഷനുകളാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭാഗമല്ലാത്തത്. ഭാഗമുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാൻ കോഓർഡിനേഷൻ വിഭാഗം, സാമൂഹിക സേവന വിഭാഗം, കാഴ്ചപ്പാട് ആസൂത്രണ വിഭാഗം. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ഡിവിഷനുകളാണ് പ്ലാൻ കോഓർഡിനേഷൻ ഡിവിഷൻ, അഗ്രികൾച്ചറൽ ഡിവിഷൻ, ഇവാലുവേഷൻ ഡിവിഷൻ, സോഷ്യൽ സർവീസ് ഡിവിഷൻ, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡിവിഷൻ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷൻ, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി വിങ്സ്. ഇത്രയാണ് 8 ഡിവിഷനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലാത്തത്. അപ്പോൾ സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുക എന്നതെല്ലാം സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയ് ആയിരുന്നു. ഈ ആശയം മുന്നോട്ട് വെച്ച പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1, 2, 4. 1, 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 2, 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 4, ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. മൂന്നാമത്തേൽ 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അതിലെ അംഗങ്ങളായിരുന്നു HN കുൻസ്രുവും KM പണിക്കരും. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്.
ഒന്നാമത്തേത് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 തന്നിട്ടുള്ളത്. 16 ഫ്രഞ്ച് വിപ്ലവം സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആളാണ് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാണ് ലൂയി 14. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമല്ല, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. അതുപോലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20 മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകരാണ് വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 1 ഉം 4 ആണ് ശരിയായത്. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തര ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. 4 മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പ് മൊഹറോവിസിക് വിച്ഛിന്നത എന്നതാണ്. എന്നാൽ മാൻഡിലിൻ്റെയും അകക്കാമ്പിൻ്റെയും അതിർവരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. ഇതിന് ഏകദേശം 100 കിലോമീറ്ററോളം കനമുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. തെറ്റായതാണ് ഡി. ശരിയായതാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 4 ആണ് ശരി. 1 സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 4 വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. ഹരിത വിപ്ലവം കാർഷിക വികസനമാണ് സാധ്യമാക്കിയത്.